യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജെൻസി ജോസഫ്. ഞാൻ വരുന്നത് കണ്ണമാലിയാണ് എൻ്റെ സ്ഥലം. ഞാൻ കഴിഞ്ഞ ആഴ്ച 22-ാം തീയതി, ഈ മാസം 22-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായി ഉടമ്പടി എടുത്തത്. പക്ഷേ ഞാൻ ഒരു 9 വർഷമായിട്ട് ഞാൻ ബഹ്റൈനിലായിരുന്നു. ഞാൻ 2024 ഫെബ്രുവരി 4-ാം തീയതി മുതൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബഹ്റൈനിലായിരുന്നല്ലോ, ഞാൻ അവിടെ ബിസിനസ്സായിരുന്നു. എനിക്ക് 2023 ഏപ്രിൽ മാസത്തിൽ എനിക്കൊരു ഗവൺമെൻറ്റിൻ്റെ എനിക്കൊരു LMR ചെക്കിങ് ഉണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ഹോട്ടൽ വിസ സ്റ്റാഫ് അല്ലാത്ത ഒരു 8 പേരെ അന്ന് അവിടെ നിന്ന് ചെക്കിങ്ങിൽ പിടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എമൗണ്ട് നമുക്കവിടെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു 9,000 ദിനാർ, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 23 ലക്ഷം രൂപ വരും. അപ്പോൾ അത് ആ ഹോട്ടലിൻ്റെ ഓണർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഫുൾ എമൗണ്ട് എൻ്റെ പേരിലോട്ട് അയക്കി. എൻ്റെ പേരിൽ അയാൾ കേസ് കൊടുത്തു. എൻ്റെ ഐഡിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുത്തു. അപ്പോൾ എനിക്ക് നാട്ടിലോട്ട് വരാനും പറ്റുന്നില്ല, എനിക്ക് അവിടെ ഹോട്ടൽ ഓപ്പൺ ആക്കാനും പറ്റുന്നില്ല. അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു സ്ഥിതിയിലായിരുന്നു ഞാൻ അവിടെ നിന്നിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ്, ഞാൻ മാതാവിൻ്റെ പാട്ടുകൾ ഞാനിങ്ങനെ ഡെയിലി എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാതാവിൻ്റെ പാട്ട് വെച്ചിട്ടാണ് കേട്ടിട്ടാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുക. അപ്പം ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും എപ്പോഴും മാതാവിൻ്റെ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് തോന്നുന്നത് എൻ്റെ വിരൽ തട്ടിയിട്ട് ഇങ്ങനെ എനിക്കൊരു വീഡിയോ വരുന്നത്. അതിങ്ങനെ ജോസഫ് അച്ഛൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ജോസഫ് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനിവിടെ 2014 അഖണ്ഡ ജോമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നിങ്ങനെ ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ 2015 ഞാൻ ബഹ്റൈനിലോട്ട് പോകുന്നതും. അപ്പോൾ ജോസഫ് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനതങ്ങനെ വചനങ്ങൾ കേട്ടു. പിന്നെ അതിൻ്റെ പുറകെ വന്നത് സാക്ഷ്യങ്ങളായിരുന്നു കൃപാസനത്തിലെ. അങ്ങനെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളാണ്. അങ്ങനെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഇങ്ങനെ അമ്മ മാതാവ് 2004 പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ഇങ്ങനെ സമയം ഘടികാരം കാണിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ മനസ്സിലായത് എനിക്ക് അപ്പോഴാണ്. പിന്നെ അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ 4-ാം തീയതി ആയപ്പോൾ ഞാനിങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അതിലിങ്ങനെ 6 നിയോഗങ്ങൾ എഴുതി ആണ് ഞാൻ പ്രാർത്ഥിച്ചത്. രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വൈകിട്ടത്തെ ഉടമ്പടി പ്രാർത്ഥന, പിന്നെ അരമണിക്കൂറല്ല അതിൽ കൂടുതൽ ഞാൻ ഇരുന്ന് എനിക്ക് എപ്പോഴൊക്കെ ബൈബിൾ വായിക്കാൻ തോന്നുന്നു ആ ടൈമിലൊക്കെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ വിശ്വാസ പ്രമാണം 33 വട്ടം ചൊല്ലുമായിരുന്നു. എത്രയും ദയുള്ള മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. മനസ്താപ പ്രകരണം ചൊല്ലുമായിരുന്നു എപ്പോഴും. അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ ഭയങ്കര തടസ്സമായിരുന്നു. കുമ്പസാരിക്കാൻ പോകാൻ പറ്റുന്നില്ല. പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് തടസ്സങ്ങൾ. പള്ളിയുടെ ആ ഗ്രൗണ്ടിൽ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഞാൻ ആ ഗ്രൗണ്ടിൽ കിടന്ന് കറങ്ങും. പക്ഷേ എനിക്ക് മാത്രം കാർ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവും കിട്ടില്ല. പിന്നെ കുമ്പസാരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ടൈം കഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അച്ഛൻ അന്ന് ഉണ്ടാവില്ല, ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ ലേറ്റായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കേസും കാര്യങ്ങളെയും ഞാൻ അങ്ങനെ കുറച്ച് എമൗണ്ട് അങ്ങനെ പേ ചെയ്തു. എൻ്റെ ഒപ്പം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പം മരിച്ചു. 2023 ഇങ്ങനെ നവംബറിൽ അപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് 2023 കേസ് വരുന്നത്, ഏപ്രിൽ. അങ്ങനെ കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. 2024 ഞാൻ ഇത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുന്നത്. പക്ഷേ എനിക്ക് അപ്പോൾ കേസ് ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പകുതി എമൗണ്ട് അടച്ച് ഞാൻ അഡ്വക്കേറ്റിനൊക്കെ വെച്ചു, കുറച്ച് പൈസ അടച്ചു. അങ്ങനെ ആ കേസ് എനിക്കതങ്ങനെ ഒത്തുതീർപ്പായി. ബാക്കി പുള്ളിക്കാരൻ പറഞ്ഞു ബാക്കി എൻ്റെ ഹോട്ടലിൻ്റെ ഓണർ അടച്ചോളാം, നീ പകുതി എമൗണ്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. പകുതി എമൗണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഉള്ള പൈസ ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് ഞാൻ അടയ്ക്കാൻ കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം കേസൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ നാട്ടിലോട്ട് കയറാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് ഭയങ്കര തടസ്സങ്ങൾ. എനിക്ക് നാട്ടിലോട്ട് കയറാൻ പറ്റുന്നില്ല. ടിക്കറ്റ് നോക്കുമ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല. നാട്ടിലോട്ട് കയറാൻ വേണ്ടി നോക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ല. അത് തടസ്സം കാണിക്കുന്ന എല്ലാം തടസ്സങ്ങൾ തന്നെ. ഞാൻ വീണ്ടും ഭയങ്കരമായിട്ട് 3 മണിക്ക് അവിടുത്തെ ബഹ്റൈൻ ടൈം 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും. അത് 5:30 മണി വരെ, ഇവിടുത്തെ 8 മണി വരെ 7 മണി 8 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഭയങ്കര പ്രാർത്ഥന ഇതായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാ കാര്യത്തിനും എന്ത് ഇത് വന്നാലും തടസ്സങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ജൂലൈയിൽ
ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടിയിലാണല്ലോ, എന്താണെങ്കിലും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കും, ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ നാട്ടിൽ കയറാമെന്ന് എഴുതിയിട്ട് ജൂലൈ 10-ാം തീയതി ഞാൻ നാട്ടിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. എയർപോർട്ടിൽ വന്നു. എൻ്റെ എമിഗ്രേഷൻ ചെക്കിങ്ങിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നിൻ്റെ പേരിൽ ഒരു 9,000 ദിനാറിൻ്റെ കേസ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഓൾറെഡി കുറച്ച് എമൗണ്ട് അടച്ചായിരുന്നു, അവരിനി കേസ് ഇല്ലയെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം അതറിയില്ല, നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, നിൻ്റെ പേരിൽ 9,000 ദിനാറിൻ്റെ കേസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കോർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന വിധിയാണ്, നിനക്ക് കോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ കോർട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിധി വന്ന് 6 മാസം ഞാൻ ജയിലിൽ പോകണം. ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ കുറേ കരഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാത്ത തെറ്റാണ്, പിന്നെ എൻ്റെ കയ്യിലുള്ള കള്ളക്കേസാണ്, പിന്നെ ഞാൻ എമൗണ്ട് കുറച്ചെങ്കിൽ കുറച്ച് ഞാനത് അടച്ചിട്ടുണ്ട്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. പക്ഷേ അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു, നീ എന്തിനാ പേടിക്കുന്നത്, നീ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ എന്നുള്ളൊരു ഉള്ളിൽ ഇങ്ങനെയെന്ന് ആരോ പറയുന്ന പോലെ. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, കാരണം ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഉടമ്പടി എടുത്ത് നിൽക്കുന്ന ആൾക്കാർ അതിനുശേഷം ജയിലിൽ പോകുന്നതും അല്ലെങ്കിൽ അവർക്ക് രോഗങ്ങളാവുന്നതും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ നല്ലതിനായിരിക്കും. ഓക്കെ, 6 മാസമല്ലേ, ഇനി ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്, ഓക്കെ ഇതും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിലിലേക്ക് പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ മാതാവ് എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് വിട്ടതെന്നല്ല. കാരണം ഞാൻ ഈ ഫെബ്രുവരിയിൽ ലൈറ്റ് അക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും അമ്മ മാതാവിൻ്റെ അടുത്ത് കാര്യം പ്രാർത്ഥിക്കായിരുന്നു. അമ്മ മാതാവ് എനിക്കൊരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക. ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, ഇങ്ങനെ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ 1 രൂപയില്ല. എനിക്ക് ആരെങ്കിലും പൈസ തന്നു കഴിഞ്ഞാലാണ് എനിക്ക് കഴിക്കാനുള്ള ഫുഡ് പോലും വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഞാൻ പരമാവധി എൻ്റെ ഭക്ഷണം ചുരുക്കിയിട്ട് ഞാൻ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരാൾക്കെങ്കിൽ അല്ലെങ്കിൽ 2 പേർക്കുള്ള ഭക്ഷണം ഞാൻ എൻ്റെ ഭക്ഷണം ചുരുക്കി ഞാൻ അതിൽ നിന്ന് ഞാനൊരു 2 പേർക്കെങ്കിലും ഞാൻ ആഴ്ചയിൽ 2 പേർക്കെങ്കിലും ഞാൻ ഭക്ഷണം അതിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം ഇതുപോലെ പള്ളിയിൽ പോയപ്പോഴത്തേക്കാണ് എനിക്കൊരു കൃപാസന പത്രം കിട്ടിയത്. അത് ഞാൻ ഒരു പത്രം കിട്ടിയുള്ളൂ, അത് ഞാൻ ഒരാൾക്ക് അവിടെ കൊടുത്തു, മാതാവിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ജയിലിൽ പോയി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ടും സന്തോഷമായി. കാരണം ഒരുപാട് കാരുണ്യപ്രവൃത്തി പ്രേക്ഷിതപ്രവർത്തനം എനിക്ക് ചെയ്യാൻ പറ്റി. മാതാവിനെ കുറിച്ച് പറയും. അവിടെ അറബികളാണ്, പിന്നെ തായ്ലൻഡ് ഉണ്ട്, നമ്മുടെ മലയാളീസ് ആരും ഇല്ല, അങ്ങനെ ഒരാളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അറബികളൊക്കെ തായ്ലൻഡ് ഫിലിപ്പീൻസിനൊക്കെ വിളിച്ചിരുത്തി എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ലൈബ്രറി ഉണ്ട്, അവിടെ നിന്ന് ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ മാതാവിനെ കുറിച്ച് പറയും. അപ്പോൾ മുസ്ലിംസിൻ്റെ അടുത്ത് ഞാൻ പറയും, മറിയ സൂറത്താണ്, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് സമയച്ചുരുക്കം നൽകും, അമ്മ മാതാവിൻ്റെ അടുത്ത് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, അമ്മ മാതാവ് നിങ്ങളെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്, എല്ലാവർക്കും കാലുവേദന, നടുവേദന. കാരണം അവിടെ നമ്മൾ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അതേ ഉള്ളൂ എല്ലാവർക്കും ജോലി. എല്ലാവർക്കും അവിടെ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എല്ലാവർക്കും രാത്രിയാകുമ്പോൾ ഞാൻ പോയിട്ട്, തൈലമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ, ഞാൻ എന്നിട്ടും ഇപ്പോൾ കാലുവേദന ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നടുവേദന ഉള്ള ആൾക്കാർക്ക് ഞാൻ അവരുടെ വേദനയുള്ള ഭാഗത്ത് കുരിശിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, അമ്മ മാതാവ് ഇത് എൻ്റെ ഈ കൈകളെ യേശോയുടെ കൈകളാക്കി മാറ്റി അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഇവർക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് പറയും, ഞങ്ങളുടെ വേദന കുറവുണ്ട് കേട്ടോ, നീ നന്നായിട്ട് ചെയ്ത് തന്നിട്ടോ എന്ന് പറയും. ഞാൻ പറയും, ഞാനല്ല, അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതാ, നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഞാൻ അവിടെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിതപ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് 6 മാസമാണ് ജയിലിൽ പോകേണ്ട ഒരിത് വന്നത്. പക്ഷേ ഒരു 5 മാസം 5-ാം ദിവസം ആയപ്പോഴത്തേക്ക്, അതായത് കഴിഞ്ഞ മാസം ഡിസംബർ 15-ാം തീയതി എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. എൻ്റെ പേരിൽ കേസൊന്നുമില്ല, എൻ്റെ കേസെല്ലാം തീർന്നു, നിനക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് വിട്ടു. പക്ഷേ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം നാട്ടിലോട്ട് വിളിക്കാനുള്ള അലൗഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറയും, ഞാൻ അവിടെ നിന്ന് കുറച്ച് പേരുകൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറയും, ഇവരുടെ പേരിൽ നീ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടണം, അവരും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിച്ചോളാം. അവർക്ക് 10 വർഷം 5 വർഷം 3 വർഷമൊക്കെ ആയിട്ട് ശിക്ഷ കിട്ടി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ പറയാം, ഭയങ്കര അവസ്ഥയായി ഇവിടുത്തെ, നീ അത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടോളൂ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. അങ്ങനെ അത് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ചൊവ്വാഴ്ച എടുക്കുമായിരുന്നു.
ചൊവ്വാഴ്ച ഞാൻ ഉപവാസം എടുത്തിട്ടാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ കൂടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ബുധനാഴ്ച എടുക്കും, ശനിയാഴ്ച എടുക്കും. ജയിലിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അച്ഛൻ്റെ ധ്യാനം ഇവിടെ ഉള്ള ഞങ്ങൾക്ക് അവിടെ ചൊവ്വാഴ്ച ദിവസം ഓൺലൈനിൽ ഞങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രാർത്ഥന കൂടുമ്പോഴും ഓൺലൈനിൽ കൂടിക്കൊണ്ടിരുന്നത് ഞാൻ ഉപവാസം എടുത്തിട്ട് തന്നെയാണ്. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം എടുക്കുക. പിന്നെ ഞങ്ങൾ ഈ 15-ാം തീയതി കഴിഞ്ഞ മാസം ഇറങ്ങിയപ്പോൾ എൻ്റെ ഒപ്പം ഞാൻ ഇവിടെ ലൈറ്റ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ട ഒരു കൂട്ടത്തിൽ അമ്മ മാതാവ് എൻ്റെ ഒപ്പം 50 പേരെ കൂടെ അവിടെ നിന്ന് ഞങ്ങൾ ജയിലിൽ നിന്ന് സമയച്ചുരുക്കം നൽകി അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കി. അങ്ങനെ എന്നെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ 51 പേരാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന്. അതിന് അമ്മ മാതാവിന് എത്രയും നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെറും എൻ്റെ കേസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2023 ഉണ്ടായിരുന്ന കേസാണ്. പക്ഷെ അന്നാണ് എന്നെ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പിടിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചുരുങ്ങിയത് എനിക്ക് വിധി വരുന്നത് 5 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം. പക്ഷേ 2024 അത് കോർട്ടിൻ്റെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് വെറും 6 മാസം. അപ്പോൾ എല്ലാവരും പറയും നിനക്ക് ലക്കാണ്, പിന്നെ നിനക്ക് വെറും 6 മാസമേ ഉള്ളൂ. മണി കേസ് എല്ലാം ചുരുങ്ങിയത് 5 വർഷമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അമ്മ മാതാവാണല്ലോ എല്ലാം. എന്നെ ഇത്രയും നാൾ വരെ നോക്കിയിരിക്കുന്നത് എല്ലാം അമ്മ മാതാവ് തന്നെ. ഒരുപാട് സഹനങ്ങളെല്ലാം ഇതിലൂടെ ഞാൻ കടന്നു വന്നതാണ്. വിവാഹ ജീവിതത്തിലാണെങ്കിലും എനിക്ക് തകർച്ചകളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ ബഹ്റയിൽ പോയപ്പോഴും ഒരുപാട് ബിസിനസ് ചെയ്ത ടൈമിൽ ഒരുപാട് കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ, പാർട്ട്നേഴ്സാണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആരും എൻ്റെ ശത്രുക്കളല്ല കേട്ടോ. ഞാൻ ആരെയൊക്കെ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ തന്നെ ഉള്ളൂ. കാരണം അവരൊക്കെ തന്നെയാണ് പുറകിൽ നിന്നിട്ട് എന്നെ ജയിലിലാക്കിയത്. അപ്പം ഞാൻ പക്ഷേ ആരുടെ അടുത്ത് ഒന്നിനും ഇതാകാമില്ല. കാരണം മനുഷ്യരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ ജയിലിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അപവാദം പറയാൻ പറ്റും. അത്രേ മനുഷ്യർക്ക് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ദൈവത്തിനായിട്ട് കൂടുതൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കുള്ള യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നമുക്ക് സമാധാനം അനുഭവിക്കാനും പറ്റുള്ളൂ, സ്നേഹം അനുഭവിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ മനുഷ്യരെന്ത് പറയുന്നതിൽ ഞാൻ അതിൽ വകവയ്ക്കാറില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നൊരു ആഗ്രഹിച്ചിരിക്കുന്നത് എനിക്ക് നല്ലൊരു മിഷണറി ആയിട്ട് മാറണമെന്നുള്ള ഇതായിരുന്നു. അത് 2011 മുതൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ആളുമാണ്. അതിലൊക്കെ എനിക്ക് ഒരുപാട് അപവാദങ്ങളൊക്കെ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും ഇതാക്കിയിട്ടില്ല. ഇത് അമ്മ മാതാവ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ മാസം എൻ്റെ ഒപ്പം 50 പേരെ ഇറക്കിയത്. അതിന് മുമ്പ് സെപ്റ്റംബറിൽ അമ്മ മാതാവ് ഇതുപോലെ ഒരു 8 പേരെ ഇറക്കിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒക്ടോബർ നവംബറൊക്കെ ആയിട്ട് അമ്മ മാതാവ് ഇങ്ങനെ 2-3 പേരൊക്കെ വെച്ചിട്ട് അവരെല്ലാവർക്കും ഞാൻ ഇവിടെ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുള്ളതാണ്. അമ്മ മാതാവ് ചെയ്തു തന്ന ഉപകാരത്തിന് യേശുപ്പിക്ക് എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ട് പ്രാർത്ഥിക്കുന്ന ഇതാണ്. പക്ഷേ എനിക്ക് ഒരിടയ്ക്ക് എനിക്ക് കുമ്പസാരം എനിക്ക് മുടങ്ങിപ്പോയിരുന്നു. കുമ്പസാരം മുടങ്ങിയെന്ന് വെച്ചാൽ അത് കുറച്ചൊരു ലോങ് ടൈം ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബഹ്റയിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ല 9 വർഷമായിരുന്നു. ശരിക്കും ഞാനൊരു 9 വർഷം ഞാൻ 9 ഒരു 10 വർഷമായിട്ടുണ്ട് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ ഞാൻ പോകും. എന്നിട്ട് എനിക്ക് പറയാനുള്ള പാപങ്ങളെല്ലാം ഞാൻ നേരിട്ട് കർത്താവിൻ്റെ അടുത്ത് പറയും. എന്നിട്ട് ഞാൻ കുർബാന സ്വീകരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്തായിട്ട് കുമ്പസാരിക്കുക ഞാൻ ചെയ്യില്ലായിരുന്നു. പിന്നെ പക്ഷേ ഞാൻ ഈ ലൈറ്റ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ആദ്യമൊക്കെ അവിടെ പള്ളിയിൽ പോകാൻ തടസ്സം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തടസ്സങ്ങളൊക്കെ മാറിയതിന് ശേഷം പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ കുമ്പസാരിച്ചു. ഞാൻ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പള്ളിയിൽ പോകാൻ പറ്റുന്ന അവസരത്തിലൊക്കെ ഞാൻ അവിടെ മലയാളം കുർബാന വെള്ളിയാഴ്ചയും ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ ആ അവസരത്തിലൊക്കെ ഞാൻ അവിടെ പോയിട്ട് കുർബാന കൂടുമായിരുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ അവിടെ കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ ബൈബിൾ ഞാൻ ഒരുപാട് വട്ടം വായിക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴൊക്കെ ബൈബിൾ വായിക്കണം എന്ന് തോന്നുന്ന ഞാൻ വായിക്കും. പിന്നെ ഞാനിപ്പോൾ 2 വട്ടം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. ഒരു വട്ടം ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടും ഒരു വട്ടം ഞാൻ ജയിലിൽ വെച്ചിട്ടുമാണ് അവരെൻ്റെ ബൈബിൾ എടുക്കാൻ വേണ്ടി സമ്മതിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബൈബിൾ അവിടെ വെച്ചിട്ട് ഞാൻ വായിച്ചു തീർത്തു. പിന്നെ ഇപ്പോൾ ഞാൻ 3ാമത്തെ വട്ടം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാരണപ്രവൃത്തിയും പ്രേക്ഷപ്രവർത്തനം എനിക്ക് അവിടെ ജയിലിൽ തന്നെയാണ് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് 22-ാം തീയതിയാണ്. പക്ഷേ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട്
ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. കാരണം നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ എല്ലാം ഉണ്ടായിരുന്ന അവസ്ഥയിൽ തന്നെ വീട്ടുകാർക്ക് ആർക്കും വേണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വല്ലാത്തൊരവസ്ഥ ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവെ കിടക്കാനൊരു കിടപ്പാടില്ലാതാണ് കേട്ടോ ഞാൻ നാട്ടിലേക്ക് വരുന്നത്, എന്നെ മക്കളെയും കാത്തോളണേ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കിടപ്പാടം ഒരുക്കി തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും വരുമായിരുന്നു. ഫ്ലൈറ്റിലേക്ക് ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനിവിടെ 22-ാം തീയതി വന്ന് 21-ാം തീയതി അമ്മ മാതാവ് എൻ്റെ കുട്ടികളുടെ ജോലി സ്ഥലത്ത്, കുട്ടികൾക്ക് ആ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകാൻ ആകെ 2 മിനിറ്റേ ഉള്ളൂ, നടന്നാൽ മതി. അമ്മ മാതാവ് അവിടെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പുതിയ വീട് തന്നെ അമ്മ മാതാവ് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും എൻ്റെ കയ്യിലൊരു രൂപ പോലെ ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു -0 നിന്നിരുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ ബിസിനസ് തകർന്നപ്പോൾ എല്ലാം ഉണ്ടായിരുന്നതെല്ലാം അവിടെ തന്നെ ഞാനെല്ലാം ചിലവാക്കിയതാണ്. പിന്നെ പക്ഷേ എനിക്ക് ആ സമയം ഇപ്പോൾ വീടെടുക്കാനുള്ള പൈസയും എല്ലാം എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം തന്ന് എന്നെ സഹായിച്ചു. അത് അമ്മ മാതാവ് തന്നെയാണ് അവരിലൂടെ അതെല്ലാം ഹെൽപ്പ് ചെയ്തത്. കാരണം അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ വരാം, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാം, അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാം, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ഇതായിട്ട് അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. ഇത്രയും ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിനെ യേശുവിനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനം 144 എൻ്റെ അപേക്ഷിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അപേക്ഷിലയും ദുർഗവും ശക്തി കേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ജെൻസി ജോസഫ് ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ആ മകളൊട്ടും പതറുന്നില്ല. നാം ഈ കേട്ട തിരുവചനം പോലെ തൻ്റെ അപേക്ഷിലയായ കർത്താവ് തന്നെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് പറയുക. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ബിസിനസ് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയം, എന്നാൽ പെട്ടെന്ന് തന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നു, തനിക്ക് ഉള്ളതെല്ലാം അപഹരിക്കപ്പെടുകയാണ്. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് താൻ മാറി. പിന്നീട് ജയിലിലാകുന്ന അവസ്ഥ, 6 മാസത്തെ ജയിൽവാസം. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ മകൾ ഡിസംബർ 15 പുറത്തു വരുന്നു. ഇവിടെ നാം ഇതൊക്കെ കേൾക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എനിക്കിതൊക്കെ വന്നല്ലോ എന്ന് ഒരു പ്രാവശ്യം പോലും ജെൻസി പരിതപിക്കുന്നില്ല. ജീവിതത്തെ യഥാർത്ഥത്തിൽ നോക്കിക്കാണുകയാണ്. എന്നിട്ട് ആ മകൾ പറയുന്ന തിരുവചന ഭാഗമാണിത്. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായത്തിലാണ് നമുക്കിത് കാണുവാൻ കഴിയുക. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതുതന്നെയാണ് ജെൻസി ഇവിടെ ഏറ്റുപറഞ്ഞത്. എനിക്ക് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന തകർച്ചകൾ, അല്ലെങ്കിൽ എനിക്ക് ആരോടും പരിഭവമില്ല. ഞാൻ സമ്പാദിച്ചതൊക്കെ മറ്റുള്ളവർ നഷ്ടപ്പെടുത്തി എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തു. എന്നാൽ എനിക്കിതിനൊന്നും ആരോടും പരിഭവമില്ല, പിണക്കമില്ല. ഞാൻ വളർത്തിയവർ തന്നെയാണ് എനിക്കെതിരെ എനിക്ക് കേസ് കൊടുത്ത് എന്നെ, അതായത് അത്രയേറെ ഒരു സഹന സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. ഇവിടെയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, ഓൺലൈൻ ഉടമ്പടി, ഇതൊക്കെ തന്നെ എങ്ങനെ പിടിച്ചു നിർത്തി. തനിക്ക് ജയിൽവാസം വിധിച്ചപ്പോഴും അത് പൊട്ടിക്കരഞ്ഞു. എന്നാൽ അവിടെയും ഈ മകൾ പറയുകയാണ്, എനിക്ക് സന്തോഷമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ, കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ എനിക്ക് സാധിച്ചല്ലോ. തൻ്റെ ആ സമയത്തെ പോലും ഈ മകൾ എങ്ങനെയാണ് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ, അതായത് ഒരു നല്ല സുവിശേഷ വേലയാക്കി മാറ്റുന്നത്. അവിടെ താൻ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ബൈബിൾ കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ബൈബിൾ എടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അറബികളും ഫിലിപ്പൈൻസും ഒക്കെയാണ്, തനിക്ക് ഭാഷ അറിയാം. അങ്ങനെ അവരെ കർത്താവിൻ്റെ കാര്യങ്ങൾ അവരോട് പറയുന്നു, പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ പറയുന്നു. തൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു നേർച്ച വസ്തുക്കളില്ല, ഒന്നുമില്ല. എന്നാൽ തൻ്റെ കയ്യിൽ ഒന്നുണ്ട്. തനിക്ക് വരപ്രസാദമായി ലഭിച്ച തൻ്റെ
മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ പ്രസാദവര ജീവൻ അത് ഈ മകൾക്ക് സ്വന്തമായിട്ടുണ്ട്. തൻ്റെ കൈകൾ കൊണ്ട് അവർക്ക് വേദനയുള്ള ഭാഗത്ത് കുരിശു വരച്ച് അവർക്ക് വേണ്ടി വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രോഗികൾ സൗഖ്യപ്പെടുന്നു. പലവരും തന്നെ കെട്ടിപ്പിടിച്ച് പിറ്റേ ദിവസം പറയും, നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞങ്ങളുടെ രോഗം സൗഖ്യപ്പെട്ടു. അപ്പോൾ എല്ലാം തികഞ്ഞു നിന്നിട്ട് ഞാൻ നന്ദി പറയാം, അല്ലെങ്കിൽ എല്ലാം തികയുമ്പോൾ മാത്രമാണ് ദൈവത്തെ നാം കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിന് എത്രയോ ഡിഗ്രി കൂടുതലാണ് ഈ മകൾ പറയുന്ന ഈ അനുഭവ സാക്ഷ്യം. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നതൊക്കെ താൻ ഒരിക്കലും ചിന്തിക്കാത്ത ജീവിത അനുഭവങ്ങളാണ്. എന്നാൽ അവിടെയെല്ലാം അതിനെയെല്ലാം എങ്ങനെയാണ് ഈ മകൾ ഏറ്റവും കൃപയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ ഏറ്റുപറയുന്നവർക്ക് അവർക്ക് ജോലി ഉണ്ടാകില്ല, വരുമാനമുണ്ടാകില്ല, അവർ വീണ്ടും വീണ്ടും വീഴും. എന്നാൽ വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ചിന്ത എനിക്ക് എപ്പോൾ വരുന്നോ അവിടെയാണ് നാം ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുക. എല്ലാം തികഞ്ഞിട്ടല്ല നാം ഈശോയുടെ സാക്ഷികളാകേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഈ മകൾ നമ്മോട് പറയുന്നു. എന്നിട്ട് തൻ്റെ ജയിൽവാസത്തിന് ശേഷം താൻ എത്ര പേരെ താൻ മൂലം അവിടുന്ന് മോചിപ്പിക്കുവാനായിട്ട്, അതും തൻ്റെ ഫ്രണ്ടിനോട് വിളിച്ചു പറയുന്നു, നീ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടണം, ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ജയിലിൽ നിന്ന് 5, 10, 15 വർഷമൊക്കെ തടവ് ശിക്ഷ പറഞ്ഞവർ ഈ മകളോടൊപ്പം അവരെയും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വലിയ ഒരു സമൂഹം 51 പേര് ജയിലിൽ നിന്ന് പുറത്തു വരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ ഇതൊക്കെ ഈ മകൾ ഇവിടെ പറയുമ്പോൾ ജോസഫ് എങ്ങനെയാണ് ഈജിപ്തിൻ്റെ നായകനായത്. ജോസഫിനെ സഹോദരങ്ങളാണ് ഏൽപ്പിച്ചു കൊടുക്കുക കച്ചവടക്കാർക്ക്. എന്നാൽ ആ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ജോസഫ് എങ്ങനെ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. ഇവിടെയൊക്കെ ദൈവം ജോസഫിനെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉയർത്താമായിരുന്നു. എന്നാൽ കടത്തിവിടുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട്. നമുക്ക് വേറൊന്നും നമുക്ക് മാതൃകയായിട്ടില്ല. നമ്മുടെ ഈശോ തന്നെയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി എങ്ങനെ പരിഹാര ബലിയാക്കി തന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൂടെയുള്ള പ്രബോധനങ്ങളിൽ അതെപ്പോഴും നാം കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഇനിയും എൻ്റെ കാര്യമായില്ലല്ലോ, എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, ഞാൻ വെച്ച നിയോഗം നടന്നില്ലല്ലോ, നമുക്ക് കയറിക്കിടക്കാൻ ഒരു ഭവനമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് 5 പൈസ കയ്യിൽ കിട്ടാനുണ്ടോ എങ്കിൽ അതിനൊക്കെ തന്നെ നാം നന്ദി പറയണം. ഇവിടെ ജെൻസിയുടെ അനുഭവം നമ്മോട് അതാണ് പറയുക. വീണ്ടും തിരുവചനം അരുളി ചെയ്യുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ അരുളി ചെയ്യുന്നുണ്ട്. 50-ാം തിരുവചനം, അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ. സോളമൻ്റെ പ്രാർത്ഥനയാണ്. തന്നെ തടവിലാക്കിയവർ എങ്ങനെയാണ് തനിക്ക് പിന്നീട് തന്നോട് കാരുണ്യം കാണിക്കാൻ ഇടയാകുന്നത്. ആരും തനിക്ക് വേണ്ടി വാദിക്കാനില്ല, ഒരു മനുഷ്യൻ പോലും ഇൻഫ്ലുവൻസിന് തനിക്കില്ല. എന്നാൽ ദൈവം തനിക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഈ ദൈവം നമുക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളപ്പോൾ ഈ പരിശുദ്ധ അമ്മ നമ്മുടെ ഫയൽ തുറക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വലിയ ഒരു കൃപയും നമുക്ക് വേണ്ട. നമ്മുടെ ജീവിതത്തിലെ നടക്കാത്ത കാര്യങ്ങളോർത്ത് ഇനിയും ആശങ്കപ്പെടാതെ പരിതപിക്കാതെ നമുക്കുള്ളതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവകൃപ കൂടുതൽ വളരുവാൻ വിശ്വാസത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.